നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില കുട്ടികൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടും വളരുന്നു, എന്നാൽ ചില കുട്ടികൾ വളരെ എന്താ പറയുക വികൃതിയും വാശിയും ഒരു ധൈര്യക്കുറവ്, ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ധൈര്യക്കുറവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതിനൊരു പ്രധാന കാരണം നമ്മളുടെ പാരൻറ്റിങ് സ്റ്റൈലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹലോ, ഐ എം അർഷാന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്ന രീതി, അതായത് നിങ്ങൾ അവരോട് പെരുമാറുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ ഇടപഴകുന്നത് എന്നുള്ള രീതിക്കാണ് പാരൻറ്റിങ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരൻറ്റിങ് സ്റ്റൈൽ ഒരു കുട്ടിയുടെ ജീവിതാവസാനം വരെയുള്ള, അതായത് നമ്മൾ കുട്ടിക്കാലത്ത് കുട്ടിയോട് കാണിക്കുന്ന നമ്മളുടെ പെരുമാറ്റങ്ങൾ കുട്ടിയുടെ ജീവിതാവസാനം വരെ കുട്ടിയെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായും സൈക്കോളജിയിൽ പാരൻറ്റിങ് സ്റ്റൈൽ 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ. ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ് സ്റ്റൈൽ എന്നാൽ കൃത്യമായ അതിരുകൾ വെച്ച് എന്നാൽ സൗമ്യമായിട്ടായിരിക്കും ഇത്തരം പാരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടാവുക. അതായത് വളരെ നേർച്ചറിങ് ആയിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും, എന്നാൽ കുട്ടികളോട് വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് പറയാൻ ഇത്തരം പാരൻസിന് കഴിയാറുണ്ട്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കുട്ടി ഒരു വികൃതി കാണിക്കുകയാണെങ്കിൽ നീ ആ ചെയ്തത് ശരിയായില്ല, പക്ഷെ എന്നാലും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് സംസാരിക്കാം. നിനക്ക് ചിലപ്പോൾ സങ്കടമായിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും നീ അങ്ങനെ ചെയ്തതില്ലേ, എന്തായാലും നമുക്ക് സംസാരിക്കാം എന്ന് കൃത്യമായി തന്നെ കുട്ടിയോട് പറയും. ഇത്തരം പാരൻസ് കുട്ടിക്ക് ഒരു ബൗണ്ടറി വെക്കുകയും അതോടൊപ്പം കുട്ടിയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് വളരെ നന്നായിട്ട് സമൂഹത്തിൽ ഇടപഴകാനും നല്ല ലൈഫ് സ്കിൽസ് നേടാനും പഠനത്തിലും അതേപോലെ തന്നെ കുട്ടികളുടെ ഇമോഷൻസിലും ഒക്കെ ശ്രദ്ധീകരിക്കാനും അവർക്ക് കഴിയുന്നുണ്ടാകും. രണ്ടാമതായിട്ട് ഒതോറിറ്റേറിയൻ പാരൻറ്റിങ് സ്റ്റൈൽ, അതായത് ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ടുള്ള അതിരുകൾ ഉണ്ടാവും, എന്നാൽ കുട്ടിയുടെ ഇമോഷൻസിനെ വലുതായിട്ട് ഇവർ ശ്രദ്ധിക്കുകയുമില്ല. ഇത്തരം പാരൻസ് വളരെ കൺട്രോളിങ് ആയിരിക്കും, സപ്പോർട്ട് ഭയങ്കര കുറവായിരിക്കും, കുട്ടിയുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാതെയുള്ള പെരുമാറ്റങ്ങളായിരിക്കും ഇത്തരം പാരൻസിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുക. ഇത്തരം കുട്ടികളിൽ അവരുടെ സ്വഭാവം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ടാവാം, പക്ഷേ അവർക്ക് സെൽഫ് എസ്റ്റീമോ അല്ലെങ്കിൽ ഒരു സ്വയം പര്യാപ്തതയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തോടൊരു സ്നേഹമോ അവർക്ക് കുറവായിരിക്കും. ഈ പാരൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു നീ അത് ചെയ്തു, അത്രയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് നിൻ്റെ ന്യായീകരണങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നുള്ള ടൈപ്പിലായിരിക്കും ഈ പാരൻസ് കുട്ടികളോട് പെരുമാറുന്നത്. ഇനി മൂന്നാമതൊരു പാരൻറ്റിങ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ പെർമിസീവ് പാരൻറ്റിങ് സ്റ്റൈൽ. അതായത് എല്ലാം കുട്ടി ഭയങ്കര ഫ്രീ ആയിരിക്കും, എല്ലാ കാര്യങ്ങളിലും കുട്ടിയുടെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് അവർ കാര്യമായിട്ട് നോക്കുന്നുണ്ടാവും. ഇത്തരം പാരൻറ്റിങ് സ്റ്റൈലിൽ ബൗണ്ടറീസ് കുറവായിരിക്കും, അത് അവരുടെ ഇഷ്ടം അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിക്കായിരിക്കും ഇത്തരം പാരൻസ്. അവർ കൂടുതലും പാരൻ്റ് എന്നുള്ളതിലും ഫ്രണ്ട് എന്നുള്ള രീതിക്കായിരിക്കും കുട്ടിയോട് പെരുമാറാൻ ഇഷ്ടപ്പെടുന്നത്. അവനക്ക് ഇഷ്ടമുള്ളത് അവൻ ചെയ്തോട്ടെ, അവൾക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടമെങ്കിൽ അവൾ ചെയ്തോട്ടെ, എന്നാൽ നിനക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലേ, പോകണ്ട, കുഴപ്പമില്ല, അങ്ങനെ എക്സ്പ്ലനേഷൻസിൻ്റെ ഒരു കാര്യം ചോദിക്കുന്നില്ല. കാരണം കുട്ടിക്ക് എന്തുകൊണ്ടാണ് പോകുന്നില്ല, താല്പര്യമില്ലെങ്കിൽ പോകണ്ട, അത്രയേ ഉള്ളൂ ഇങ്ങനത്തെ പാരൻസിന് ഉണ്ടാവുക. ഇത്തരം പാരൻറ്റിങ് സ്റ്റൈൽ കുട്ടികളിൽ അക്കാഡമിക്കലി ബാക്ക്വേർഡ് ആവാനും അവരുടെ ഡിസിപ്ലിൻ കാര്യങ്ങൾ കുറയാനുമായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത്. പക്ഷേ അവർക്ക് ഭയങ്കര സെൽഫ് എസ്റ്റീം ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, അവരാരെയും പേടിക്കുന്നുണ്ടാവില്ല, എനിക്ക് എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ള രീതിക്കായിരിക്കും ഇത്തരം കുട്ടികളുടെ വളർച്ച. നാലാമതൊരു പാരൻറ്റിങ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയും. അതായത് കുട്ടിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും ശ്രദ്ധിക്കാതിരിക്കുക, അവർ എങ്ങനെയോ ജീവിക്കുന്നു എന്നുള്ള രീതിക്കായിരിക്കും. കുട്ടിയും പാരൻറ്റും തമ്മിൽ ഒരു തരത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണത്. അതായത് മേ ബി ഇത് സംഭവിക്കുന്നത് പാരൻസിൻ്റെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സ് അല്ലെങ്കിൽ പാരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നെഗ്ലക്റ്റ്ഫുൾ പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് എത്തിക്കും. അത് കുട്ടിയിൽ വളരെ, അതായത് തീരെ ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക, അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് ബാക്ക്വേർഡ് ആവുക, പാരൻസിനോട് സ്നേഹമില്ലാതിരിക്കുക, റിലേഷൻഷിപ്പിൽ തീരെ വിശ്വാസമില്ലാതിരിക്കുക എന്നീ ഇതിലേക്ക് നയിക്കുക. ഇത്തരം പാരൻസ് കുട്ടിയുടെ കാര്യങ്ങൾ ഒട്ടും ശ്രദ്ധിക്കുകയുമില്ല, കുട്ടി ഇങ്ങോട്ടേക്ക് പറയുന്നതിനെ ഉൾക്കൊള്ളാനും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് മുന്നേ ക്ലിനിക്കിൽ വന്ന ഒരു അനുഭവം പറയാം. ഒരു കുട്ടിയുടെ കൗൺസിലിംഗ് ആയിട്ടായിരുന്നു ആ പാരൻസ് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫാദർ ആയിരുന്നു ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. ഫാദറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് തീരെ അക്കാഡമിക്കലി
ആക്റ്റീവ് അല്ല, ബാക്കി കാര്യങ്ങളിലൊന്നും കുട്ടി ആക്റ്റീവ് അല്ല, ഭയങ്കര മടിയാണ് കുട്ടിക്ക് എന്നുള്ള കാരണത്താലായിരുന്നു ആൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൗൺസിലിംഗ് സമയത്ത് കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടിക്ക് യാതൊരുവിധ അക്കാഡമിക്കലി ആൾ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, എബോവ് ആവറേജ് മാർക്ക് കുട്ടിക്കുണ്ട്, വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംസാരത്തിൽ തോന്നിയിട്ടില്ല. പിന്നീട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് കുട്ടി പാരൻസിനെ വല്ലാതെ പേടിക്കുന്നുണ്ട്. അതായത് പാരൻസ് എന്തിനും അതിരുകൾ വെക്കുന്ന, ഭയങ്കരമായിട്ട് നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അതിര് വെക്കുന്ന, അവൻ്റെ അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് ആയിരുന്നു. ഈ പാരൻസ് ആൾക്ക് എത്ര മാർക്സ് കിട്ടിയാലും ബാക്കി 2 മാർക്ക് എവിടെ എന്ന് ചോദിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ കുട്ടിയോട് പെരുമാറുന്നത്. ഈ കുട്ടിക്ക് അതുകൊണ്ട് ഭയങ്കര അക്കാഡമിക്കലി പ്രഷർ ഉണ്ട്. ആ കുട്ടിയുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പാരൻസിനോടോ പോലും ഇടപഴകാൻ ഈ കുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പാരൻസിനോട് സ്നേഹമില്ലായ്ക, പാരൻസിന് ഭയം എന്നുള്ള ആ ഒരു ഇമോഷൻ അല്ലാതെ കുട്ടിക്ക് വേറൊരു ഇമോഷനും പാരൻസിനോട് പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫാദറിനോട് സംസാരിച്ചപ്പോൾ ഫാദർ ഈ ഞാൻ അതിരുകൾ വെക്കുന്ന അല്ലെങ്കിൽ ഞാൻ കുട്ടിയുടെ അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പാരൻ്റാണെന്ന് അയാൾ അഭിമാനപൂർവ്വം പറയുന്നുമുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല പാരൻസും അഭിമാനപൂർവ്വം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളെ കൃത്യമായി അതിരുകൾ വെച്ചിട്ട്, ഞാനൊരു സ്ട്രിക്റ്റ് പാരൻ്റാണ്, ഞാൻ അടിച്ചാണ് എൻ്റെ കുട്ടിയെ വളർത്താറ്, ഞാൻ ചീത്ത പറഞ്ഞ് തന്നെയാണ് എൻ്റെ കുട്ടിയെ വളർത്താറ്, എൻ്റെ കുട്ടി കേട്ടില്ല, ഞാൻ പറഞ്ഞ എന്തും അനുസരിക്കുന്ന കുട്ടിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയുന്നേക്കാറാണ്. ചില പാരൻസ് അതേപോലെ ഞാൻ എൻ്റെ കുട്ടികളെ അതിരുകളൊന്നും വെക്കാറില്ല, അവനവർ ഫ്രീ ബേർഡാണ്, അവരിഷ്ടമുള്ളത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം എന്ന് പറയുന്നതും, ഞാൻ എൻ്റെ കുട്ടിയോട് ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്, അവൾക്ക് ഇഷ്ടമില്ലാത്തത് അവൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അഭിമാനപൂർവ്വം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിയെ സ്ട്രിക്റ്റായി വളർത്തുന്നതും വളരെ ഫ്രീ ആയിട്ട് വളർത്തുന്നതിലല്ല കാര്യം. കൃത്യമായ അതിരുകൾ വെച്ച് അവർക്ക് വേണ്ട പരിപാലനങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് നൽകി, അവർക്ക് വേണ്ടിടത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ കൂടെ തന്നെ, എല്ലാത്തിലും അവരുടെ കൂടെ തന്നെ നമ്മളും വളരാൻ ശ്രമിക്കണം. ഒരു കുട്ടി വളരുന്നതോടൊപ്പം ഒരു പാരൻറ്റും കൂടിയാണ് വളരുന്നത്. ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് നമ്മളും പാരൻ്റ് ആകുന്നത്. അപ്പോൾ ആ കുട്ടിയോട് നമ്മളും വളരാൻ കഴിയണം എന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഏത് പാരൻറ്റിങ് സ്റ്റൈലാണോ സ്വീകരിക്കുന്നത്, കുട്ടിയുടെ ജീവിതാവസാനം വരെയുള്ള പെരുമാറ്റങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സ്വഭാവ രൂപീകരണത്തിനും കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ നമ്മൾ ഏത് രീതിക്ക് കുട്ടിയോട് പെരുമാറുന്നു അതേ രീതിക്കായിരിക്കും കുട്ടിയുടെ തിരിച്ചുള്ള ആ ഒരു റെസ്പോൺസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പഠനങ്ങൾ പറയുന്നത് അതോറിറ്റേറ്റീവ് പാരൻറ്റിംഗ് ആണ് കുറച്ചുകൂടെ കുട്ടികളിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സഹായമാകുന്നതാണ്. അതായത് കൃത്യമായ പരിധികൾ വെച്ച് എന്നാൽ എല്ലാ സപ്പോർട്ടോടും കൂടിയുള്ള ഒരു പാരൻറ്റിംഗ് സ്റ്റൈൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ഓരോ പാരൻസും വ്യത്യാസമാണ്, എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ പെരുമാറാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്നാലും നമ്മൾ കുട്ടികളോടൊപ്പം വളരാനും അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിലോ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.